എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇദ്ദേഹമാണ് നമ്മുടെ ചാലക്കുടി സുരഭി മൂവീസിന്റെ ഫൗണ്ടർ PA ലോനപ്പൻ. അപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടത്. ഇത് അവിടെ പുതുക്കി പണിതതിന് ശേഷം ഒതുക്കി വെച്ചിരിക്കുന്ന കുറച്ച് ട്രോഫികളാണ്. ഇതിൽ കൂടുതൽ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അറിവിൽ. കാരണം കുറെ പഴയ പടങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ കുറച്ച് മിസ്സിങ് ആയ പോലെ തോന്നിയായിരുന്നു. ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാധനങ്ങൾ തെങ്കാശി പട്ടണത്തിന്റെയും അതുപോലെ നമ്മുടെ 3D മൈഡർ കുട്ടിച്ചാത്തിന്റെ ആയിരുന്നു. ഇത് നമ്മുടെ അവിടുത്തെ പ്രൊജക്ടർ, പഴയ പ്രൊജക്ടർ ആണെന്നാണ് എനിക്ക് തോന്നണത് ആദ്യത്തെ. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഈ വഴി ഇപ്പോ ഇത് സ്ക്രീൻ 2-ലേക്കുള്ള വഴിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പണ്ട് ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കും ബോക്സിലേക്കും ഒക്കെ ഉള്ള വഴിയായിരുന്നു. അത് കാരണം നല്ല രസമാണ് ഇതൊരു പ്രത്യേകിച്ച്. പിന്നെ ചാലക്കുടി സുരഭിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്തൂപൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രതിമ പോലത്തെയൊക്കെ. അതൊന്നും ഇപ്പം ഇല്ല, കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇതിൽ കൂടെ പോകുമ്പോൾ പഴയ ഓർമ്മയൊക്കെ വരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഇത് വീഡിയോ ഇടാൻ കാരണം ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, കരിമ്പൂച്ച എന്ന് പറഞ്ഞിട്ട്. ആ പടത്തിൽ മുകളിൽ നിങ്ങൾ കാണുന്നതാണ് അതിൻ്റെ വീഡിയോ. ഈ ചാലക്കുടി സുരഭിയുടെ ഈ ഭാഗത്തുനിന്ന് അവർ ഇറങ്ങി വരുന്നതും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയുണ്ട്. ഒരു മാറ്റം ഇത്ര വർഷത്തിന് ശേഷവും വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഇതാണ്. അത് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഈ വഴിയൊക്കെ അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. ആ പഴമ കളയാണ്ട് അവർ നല്ല രീതിയിൽ തന്നെയാണ് റെനോവേറ്റ് ചെയ്തെടുത്തേണത്. പക്ഷെ അത് സ്ക്രീൻ 2-ലേക്കുള്ള വഴിയായി മാറിയെന്ന് മാത്രം. പണ്ട് അത് ബാൽക്കണി ബോക്സ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. ആ കാണുന്നതാണ് ആ പ്രതിമ ഞാൻ പറഞ്ഞായിരുന്നത്, മുകളിലെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നത് കാന്താര സിനിമ കാണാനാണ്. അപ്പം ഞാനതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ പടം ഞാൻ കണ്ടു, അടിപൊളി പടമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, പടം ബ്ലോക്ക് ബസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ 1, ഇനി സ്ക്രീൻ 2 കൂടി ഞാൻ കാണിച്ചു തരാം എന്തായാലും വന്ന സ്ഥിതിക്ക്. ഇതാണ് സ്ക്രീൻ 2. അപ്പൊ OD 2 എന്നും ചില ഇതിൽ ഇങ്ങനെ മെൻഷൻ ആവാറുണ്ട്, അതുകൊണ്ടാണ് OD 2 എന്ന് ഞാൻ എഴുതി കാണിച്ചത്. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.